നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെ എൻഡിഎയുടെ ബിജെപിയുടെ സ്ഥാനാർത്ഥികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലാണ്. അദ്ദേഹം മേജർ രവി ഇവിടുത്തെ സ്ഥാനാർത്ഥി നമുക്കൊപ്പം ചേരുകയാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മേജർ രവി ഉള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നാടുകൂടിയാണ് ഈ ഒരു പ്രദേശം എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവിടെ ഒരു പരിചയപ്പെടുത്തലിന് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇവിടെ വലിയ പ്രത്യേകതയായിട്ടുള്ളത്. ആദ്യഘട്ട റെസ്പോൺസ് എങ്ങനെയാണ് ജനങ്ങളിൽ നിന്ന്? നമസ്കാരം. ആദ്യമായിട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മളെല്ലായിടത്തും ചെല്ലുമ്പോൾ അവർ വരും, സെൽഫി എടുക്കുന്നെല്ലാം ഉണ്ട്. എന്നിട്ട് പിന്നീട് ചില സ്ഥലങ്ങളിൽ പിന്നെ ഞാനിവിടുത്തെ സ്ഥാനാർത്ഥിയാണ് വോട്ട് സാർ ഇവിടെ നിൽക്കുന്നുണ്ടോ, ആ ഒരു അതിശയം കാണുന്ന സമയത്ത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഓക്കെ നിങ്ങൾ വാ എന്നുള്ളത്. എനിവേ എനിക്ക് ഐ ആം ഫീലിംഗ് അറ്റ് ഹോം. എൻ്റെ ഒരു വീട്ടിൽ വന്നിട്ടുള്ളൊരു ഫീല് തന്നെയാണ്. ജനങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറും വളരെയധികം കണ്ടീഷനാണ്. ഈ സ്ഥലത്തെക്കുറിച്ച് ആർക്കും വലിയൊരു ധാരണയോ ഹോപ്പോ ഇല്ലാതെ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഞാൻ. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിരുന്നു. അങ്ങനെയുള്ള കോട്ടകൾ പലതും തകർന്നടിയുന്നതാണ് നമ്മൾ റീസെൻറ്റ് പാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ജനങ്ങളോടുള്ള ആ ഒരു കടപ്പാട് അവരിൽ കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആ കൺവേ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റായിട്ടും അവരതിൻ്റെ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. യെസ്, വയസ്സായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ന് ഞാനൊരു 95 വയസ്സുള്ളൊരു അമ്മയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു പട്ടാളക്കാരൻ്റെ അമ്മയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ബോധവും ഓർമ്മയും എല്ലാം ഉണ്ട്, നടക്കാൻ വയ്യാന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മേജർ രവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമ്മ പറയുന്നത്, ആ സിനിമയൊക്കെ പണ്ട് കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവർ അറ്റ്ലീസ്റ്റ് ആ ഒരു അമ്മ പോലും എന്നെ തലയിൽ കൈവച്ചിട്ട് ഇലക്ഷൻ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നന്നായി വരുമെന്ന് പറഞ്ഞു. ആ അനുഗ്രഹമൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ എനിക്കധികം പറയാനൊന്നുമില്ല. ഞാനിത് പിടിക്കും. അത് ഐ എം വർക്കിംഗ് ഫോർ ഇറ്റ്. ഐ എം വർക്കിംഗ് ഫോർ ദ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഞാനിത് വർക്ക് ചെയ്തിട്ട് ജയിക്കുമെന്നുള്ള നല്ല കോൺഫിഡൻസ് എൻ്റെ മുഖത്തുമുണ്ട്, എൻ്റെ മനസ്സിനകത്തുമുണ്ട്. അതെൻ്റെ കൂടെ നിൽക്കുന്ന പിള്ളേർ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം BJPക്കാർക്കുള്ള ആവേശം ഇവിടെ ഞാൻ കാണുന്നത് രാവും പകലും അവരെൻ്റെ കൂടെ നിൽക്കുന്നു. അവർ പോസ്റ്റർ ഒട്ടിച്ചിട്ട് വീഡിയോസൊക്കെ അയക്കുന്ന സമയത്ത് അവരിലൊരു ആവേശം വന്നിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇല്ലെങ്കിലും ജനറലി ഒരു 90% ഓഫ് ദ വർക്കേഴ്സ് ആർ വർക്കിംഗ് വെരി ഹാർഡ്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പാവം തോന്നാറുണ്ട്, എന്തിനാണ് ഇവർ ഈ വർക്ക് ചെയ്യുന്നത്? പാർട്ടിക്ക് വേണ്ടിയിട്ട്, ആ പാർട്ടിയെ വളർത്താൻ വേണ്ടി. അങ്ങനെയുള്ള വർക്കേഴ്സാണ് നാളെയൊക്കെ വലിയ നേതാക്കന്മാരായിട്ട് വരേണ്ടത്. അതും ഞാൻ കണ്ടു. അതെല്ലാം കൂടെ കൊണ്ടും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഐ ഷുഡ് വിൻ. എന്തായാലും ഇവിടെ BJP എല്ലാ മണ്ഡലങ്ങളിലും അവിടുത്തെ നിലവിലെ MLAയുടെ സർക്കാരിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും കുറ്റപത്രങ്ങളിൽ പറയുന്നത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാത്തതിനെ കുറ്റപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രത്യേകിച്ച് കുടിവെള്ളക്ഷാമം വലിയ തരത്തിൽ നേരിടുന്ന ഒരു പ്രദേശമാണ്. ഇപ്പം ഒന്ന് വരണ്ട് തുടങ്ങുമ്പം തന്നെ കുടിവെള്ള പ്രശ്നം പല സ്ഥലത്തും തുടങ്ങി കഴിഞ്ഞു. ജൽജീവൻ മിഷൻ പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിന് വലിയ വീഴ്ച ഇവിടുത്തെ ഭരണകൂടത്തിന് സംഭവിച്ചിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ടുള്ള മറ്റ് പദ്ധതികൾ, ഇപ്പം ഇവിടുത്തെ കർഷകരുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളായിക്കോട്ടെ, NHുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ഇതൊന്നും നടപ്പാക്കാൻ കഴിയുന്നില്ലാത്തതിൻ്റെ ഒരു അമർഷം ജനങ്ങളിൽ പ്രകടമാണോ? അത് പ്രകടമാണ്. അത് നിങ്ങൾക്ക് ബാലറ്റ് പേപ്പറിൽ കാണാതെ. കാരണം എന്ന് വെച്ചെങ്കിൽ ജൽജീവൻ പദ്ധതി പോലും ഒരു പേരിന് മാത്രം വലിയൊരു കിണർ എവിടെയെങ്കിലും കുഴിച്ചിട്ട് പിന്നീട് 25 കിലോമീറ്ററിലേക്ക് പൈപ്പിട്ട് കഴിഞ്ഞാൽ പ്രാവർത്തികമായിട്ടുള്ളൊരു സംഭവം അല്ലാതെ അതിൻ്റെ ഗ്യാപ്പുകൾ, ഇത്രയധികം നദികളുണ്ട് ഇവിടെ. കുന്തിപ്പുഴയിലൊക്കെ ഇപ്പോഴും വെള്ളം നിൽക്കുന്നുണ്ട്, പക്ഷെ ഭാരതപ്പുഴയിൽ ഇല്ലാതെ. അപ്പം അതിനെയൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉള്ളതാണ്, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു MLA കൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ അത്. അപ്പം അതെല്ലാം പ്ലസ് സെൻട്രലിൻ്റെ ജൽജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾക്ക് അവർ പൈസ കൊടുത്തിട്ട് അതുപോലും ശരിയായിട്ട് ചെയ്യാതെ അതിൽ നിന്നും അടിച്ചു മാറ്റിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കിണർ ഇവിടെ കുഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പൈപ്പിട്ടുകൊണ്ട് 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് അതിൻ്റെ പ്രഷർ കിട്ടുന്നത്? അപ്പോൾ ഇതെല്ലാം എത്രയെല്ലാം ഗ്യാപ്പിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താലാണ് ഈ കുടിവെള്ളക്ഷാമം മാറുള്ളൂ. അതിനൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള ചില പദ്ധതികൾ അതൊരു ലോങ് വിഷനിലും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു MLA വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇവിടെ ഒരു വീടിൻ്റെ പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ് നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്നുള്ളൊരു സിസ്റ്റം. ഇതൊക്കെ ഈ മോഡേണായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഒന്നും ശ്രദ്ധിക്കാറില്ല. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രകൃതിയെ വീണ്ടെടുക്കാൻ സാധിക്കും. നമുക്ക് ഇതുപോലെ ഒരു MLA ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മുടെ ഭൂമിയിലോട്ട് വേണ്ട വെള്ളം ഈ മഴ, അതും കേരളം പോലുള്ളൊരു സ്ഥലത്ത് എന്തുകൊണ്ട് ഈ ക്ഷാമം വരുന്നു? വി ആർ നോട്ട് പ്ലാനിങ് ഫോർ എ ഹെഡ്. അങ്ങനെയുള്ള പ്ലാനിങ് എല്ലാം എൻ്റേതായിട്ടൊരു പദ്ധതിയിലുണ്ട്.
അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ പല കാര്യങ്ങളും ഇവിടെ നടപ്പാക്കുന്നില്ല എന്നുള്ളത് അത് ഓൾ കേരളയിൽ ഉള്ളൊരു പ്രശ്നമാണ്. എന്താണെന്ന് പറഞ്ഞാൽ അതൊരു മോദിയോടുള്ളൊരു വിരോധത അത് ജനങ്ങളാണ് അത് ഇവിടെയും അനുഭവിച്ചിട്ടുണ്ട്. അത് അധികപക്ഷം ഈ സമയത്തുള്ള പ്രാവശ്യം വോട്ടെണ്ണൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജനങ്ങൾ ദേ വർ നോട്ട് ഹാപ്പി അബൌട്ട് ദിസ് പ്രസൻറ്റ് സിനാരിയോ. അപ്പോൾ അതൊരു മാറ്റം നമ്മൾ വരുത്തിക്കില്ല. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് മേജർ രവി ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നതോട് കൂടി തന്നെ BJP പ്രവർത്തകരും ഇന്ത്യയുടെ മുഴുവനായുള്ള പ്രവർത്തകരെല്ലാം തന്നെ അത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ അത് വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ഇവിടെ ഒന്നും ഈ മണ്ഡലത്തിലെ BJP പ്രവർത്തകരും സ്ഥാനാർത്ഥിയും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒറ്റപ്പാലത്തു നിന്നും അർജുൻ സി. ബാലാജ്.